ചെയ്യാൻ പോകുന്നത് സ്റ്റാമിന ബിൽഡിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാമിന ബിൽഡിംഗ് എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രാക്ടീസിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. സ്റ്റാമിന ബിൽഡിംഗ് എങ്ങനെ ചെയ്യണമെന്ന് ട്രൈ ചെയ്തു നോക്കാം. സ്റ്റാമിന ബിൽഡിംഗ് എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തെ വാം അപ്പ് ചെയ്യാനാണ്. ആസനങ്ങൾക്കും വ്യായാമങ്ങൾക്കും വേണ്ടി ശരീരത്തെ ഒരുക്കുന്ന വ്യായാമമാണിത്. ഈ സ്റ്റാമിന ബിൽഡിംഗ് വ്യായാമങ്ങൾ എങ്ങനെ പരിശീലിക്കാമെന്ന് ആദ്യം നോക്കാം. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിന് ഉണ്ടാകാവുന്ന അസ്വാസ്ഥ്യങ്ങളെ ഇത് നീക്കുന്നു. ശരീരത്തിന്റെ ക്ഷീണം അകറ്റി ഊർജം നൽകുന്നു. ശരീരത്തിന്റെ ബലവും കരുത്തും കൂടുമ്പോൾ കുറഞ്ഞ ഊർജം ചെലവിടുമ്പോൾ തന്നെ കുറഞ്ഞ ഊർജത്തിൽ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും. ഈ വ്യായാമങ്ങൾ പരിശീലിക്കാനായി ആദ്യം ചെയ്യേണ്ടത് നിവർന്നു നിൽക്കുക. തോളകലത്തിൽ കാലുകൾ രണ്ടും അകറ്റി വയ്ക്കുക. ഇനി നമുക്ക് കഴുത്തിനുള്ള വ്യായാമം പരിശീലിക്കാം. ആദ്യം നിങ്ങളുടെ തല വലത് തോളിലേക്ക് ചരിക്കുക, പിന്നീട് ഇടത് തോളിലേക്ക് ചരിക്കുക. ഈ പ്രവൃത്തി പല പ്രാവശ്യം ആവർത്തിക്കുക. അടുത്തതായി നിങ്ങളുടെ തല താഴോട്ടും മേൽപോട്ടും തിരിക്കുക. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. അടുത്തതായി നിങ്ങളുടെ തല ഇടതുവശത്തേക്കും പിന്നീട് വലതുവശത്തേക്കും തിരിക്കുക. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. അടുത്തതായി നിങ്ങളുടെ തല കഴുത്തിന് ചുറ്റും ക്ലോക്ക് വൈസായും ആന്റി ക്ലോക്ക് വൈസായും പല പ്രാവശ്യം ചുറ്റുക. ഇനി നമുക്ക് കൈകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യമായി കൈകൾ രണ്ടും മേൽപോട്ടുയർത്തുക, പിന്നെ പതുക്കെ താഴേക്ക് ഇടുക. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. അടുത്തതായി കൈകൾ രണ്ടും വശങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ച് ക്ലോക്ക് വൈസിൽ ചുറ്റുക, പിന്നീട് ആന്റി ക്ലോക്ക് വൈസിൽ ചുറ്റുക.
ഇനി നമുക്ക് കാലുകൾക്ക് വേണ്ട വ്യായാമം പരിശീലിക്കാം. പാദങ്ങൾ ഉയർത്തി കാൽവിരലുകളിൽ 1 നിമിഷം നിൽക്കാൻ ശ്രമിക്കുക. പിന്നീട് പാദങ്ങൾ നിലത്ത് സ്പർശിക്കുക. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. അടുത്ത വ്യായാമം ഓട്ടമത്സരത്തിന് നിൽക്കുന്നത് പോലെ ഒരു കാൽ മടക്കി മറ്റേ കാൽമുട്ട് തറയിൽ സ്പർശിക്കാതെ നിൽക്കുക. കഴിയുന്നത്ര സമയം നിന്ന് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരിക. ഇത് നിങ്ങളുടെ മറ്റേ കാലിലും ആവർത്തിക്കുക. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. ടിപ്സ്: കാലിന്റെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ മേൽഭാഗം നിവർന്നിരിക്കണം. മുന്നിലേക്ക് വളച്ചു വെച്ച കാലിന്റെ നിങ്ങളുടെ ഷൂ ലേസും കാൽമുട്ടും ഒരേ രേഖയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. തോളുകൾ മുന്നോട്ട് വളയരുത്. അടുത്തതായി നിവർന്നു നിൽക്കുക. ശരീരം വളച്ച് കൈകൾ കൊണ്ട് നിങ്ങളുടെ കാൽവിരലുകളെ സ്പർശിക്കുക. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. അടുത്ത വ്യായാമം പരിശീലിക്കാം. അടുത്തതായി നിങ്ങൾ നിന്നുകൊണ്ട് ഒരു കസേരയിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തെ വളയ്ക്കുക. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ സമാന്തരമായി നീട്ടിപ്പിടിച്ചിരിക്കണം. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. സ്ക്വാട്സ് ഒരു സംയുക്ത വ്യായാമമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന്റെ പല ഭാഗത്തുള്ള പേശികളെ ബലപ്പെടുത്തുന്നു. നിവർന്നു നിന്ന് കാലുകൾ അകറ്റി വയ്ക്കുക. നിങ്ങളുടെ അരക്കെട്ട് ആദ്യം ക്ലോക്ക് വൈസിലേക്കും പിന്നീട് ആന്റി ക്ലോക്ക് വൈസിലേക്കും ചുറ്റുക. ഈ വ്യായാമം പല പ്രാവശ്യം ആവർത്തിക്കുക. നമ്മൾ വ്യായാമങ്ങളൊക്കെ പരിശീലിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ഗുണഫലങ്ങളെ കുറിച്ച് നോക്കാം. ദിനചര്യയുടെ ഭാഗമായി ഇത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ സന്ധികളും പേശികളും അയവോടുകൂടിയിരിക്കും. വേദനകളോ അസ്വാസ്ഥ്യങ്ങളോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ശരീരത്തെ യഥേഷ്ടം വളയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ സ്റ്റാമിന ബിൽഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.